ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഗുജറാത്തിൽ വെച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളത്. ഈ പ്രാവശ്യം വെക്കേഷന് നാട്ടിൽ വന്നതുകൊണ്ട് ആദ്യമായിട്ടാണ് നാട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു കാവും കുര്യാലയും ഉണ്ട്. അവിടെ വിളക്കൊക്കെ കൊളുത്തി ആണ് അന്നത്തെ ദിവസം ആരംഭിച്ചത്. അപ്പോൾ കുര്യാലയിലെ എല്ലാ ഭഗവാന്മാരുടെയും അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മഞ്ചാടി വഴിപാട്. ഇത് രോഗശാന്തിക്കും നമ്മുടെ മുടിയൊക്കെ ഊരുന്നതിനുമൊക്കെ നമ്മൾ അവിടെ നടത്തുന്നൊരു വഴിപാടാണിത്. ഇവിടെ മഹാദേവനെ കിഴക്ക് ഭാഗത്തേക്കും ദേവിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ മഹാദേവനേക്കാൾ ദേവിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാന പാർവതീദേവിയുടെ തൃപ്പൂത്താറാട്ട് വളരെ പ്രധാനമാണ്. ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത്. തുടർന്ന് 12 ദിവസത്തെ ഭഗവതി ദർശനം സർവ്വ ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം. ഈ സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പുഷ്പാഞ്ജലിയാണ് ഹരിദ്ര പുഷ്പാഞ്ജലി. 108 ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ വെളിയിലിറങ്ങി അവിടെ ഉപദേവതമാരെ എല്ലാം തൊഴുതു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആൾക്കാരെല്ലാം പോയിട്ട് തിരിച്ചു വരുന്നത് ഞങ്ങൾ കണ്ടത്. ഞങ്ങളും ആ വഴിയിൽ കൂടി അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ അത് കുളമായിരുന്നു. കുഞ്ഞു താഴെ പോയി ആ കുളത്തിലൊക്കെ കുളത്തിന്റെ സൈഡിലൊക്കെ കുറേ നേരം പോയിരുന്നിട്ട് തിരിച്ച് വന്നു. അതിനകത്ത് നിറച്ച് മീനായിരുന്നു, കുളത്തിനകത്ത് നിറച്ച്.